Good afternoon, all of you, and welcome to the world of statistics. ഇന്ന് നമ്മൾ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. അപ്പോൾ കോറിലേഷനും റിഗ്രഷനിലും ഒരുപാട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് പോയിന്റ്സ് മാത്രം, അതായത് മോസ്റ്റ് കൺഫ്യൂസിങ് ആൻഡ് എന്താ പറയുക, ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമിന് ചോദിക്കുമ്പോൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് വരെ കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ, കോറിലേഷൻ അനാലിസിസ്. അപ്പോൾ റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ എന്ന് പറയുന്നത് വളരെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ്. രണ്ടും ഇൻഡിവിജ്വൽ ടോപ്പിക്കുകളാണ്, പക്ഷെ മോർ ഡിപ്പെൻഡന്റ്. റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ. റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ ശരിക്കും ആദ്യം നമ്മൾ റിഗ്രഷൻ ആണ് നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു ലൈൻസ് ഓർ ടു വേരിയബിൾസ്? രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്? ലീനിയർ റിലേഷൻഷിപ്പ് ആണോ, നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആണോ? സോ ആ റിലേഷൻഷിപ്പ് ഏതാണെന്നുള്ളതാണ് റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രഡിക്ഷൻ ഓൾസോ. ഒരു വേരിയബിൾ അറിയാമെങ്കിൽ മറ്റേ വേരിയബിൾ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുക ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡേറ്റ. മേ ബി ഇറ്റ്സ് എ സാമ്പിൾ ഡേറ്റ, വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പോൾ ഒരു ഡേറ്റയുടെ ബേസിൽ ഒരു വേരിയബിൾ നോൺ ആണെങ്കിൽ നെക്സ്റ്റ് വേരിയബിളിനെ പ്രഡിക്റ്റ് ചെയ്യുക ഓർ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുക. ഇപ്പോൾ എന്താ പറയാ, ഡിമാൻഡ് കൂടുമ്പോൾ സെയിൽ എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ പ്രൈസ് എങ്ങനെയാണ് വരിക. അതായത് ഓൾമോസ്റ്റ് ടൈം സീരീസ് ഇസ് റിലേറ്റഡ് ടു റിഗ്രഷൻ അനാലിസിസ് ആണ്. അപ്പോൾ ഒന്നുമായിട്ട് ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളുമായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി. സോ ത്രൂ ദാറ്റ് ആൻ ഇൻഫോംഡ് ഡിസിഷൻ ആൻഡ് പ്രഡിക്ഷൻ ആണ് റിഗ്രഷൻ അനാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ലീനിയർ ആണോ, അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുകയാണോ, അതോ കുറയാണോ? ഇനി ആ റിലേഷൻഷിപ്പിന്റെ മെഷർമെന്റ് എത്രത്തോളം ഉണ്ട്, ഡിഗ്രി ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ് ആണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. സോ റിഗ്രഷൻ അനാലിസിസ് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് കോറിലേഷൻ അനാലിസിസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റൂ. കോറിലേഷനിൽ ഒരിക്കലും നമ്മൾ ഒരു ഇൻഫോംഡ് ഡിസിഷൻ മേക്കിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷനോ ഒന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് കൂടുതലും ചെയ്യുന്നത് കോറിലേഷൻ റിഗ്രഷൻ അനാലിസിസിലാണ്. ഓക്കെ, ഇനി ഈ ഒരു രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ആക്ച്വലി സ്കാറ്റർ ഡയഗ്രാം ഇരിക്കുന്നത് ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും ഉള്ള ഒരു ഗ്രാഫിക്കൽ നേച്ചർ ആണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. എക്സ് വേരിയബിൾ എക്സിന്റെ വാല്യൂസ് എക്സ് ആക്സിസിലും വൈയുടെ വാല്യൂസ് വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്തിട്ട് ആ റിലേഷൻഷിപ്പ് എന്താണെന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് മൂന്നുമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ശരിക്കും കോറിലേഷനും റിഗ്രഷനും ഒന്നും ഇങ്ങനെയല്ല, നമുക്ക് ഇൻ ഡെപ്തിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് മാത്രം ഡിസ്കസ് ചെയ്ത് പോവാണ്. ഓക്കെ, ഇനി നമുക്ക് എക്സാമിന് വേണ്ടുന്ന കുറച്ച് പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വി ഹാവ് ടു റിഗ്രഷൻ ലൈൻസ്. ഇപ്പൊ നമ്മൾ ഡിഗ്രിക്കൊക്കെ ആണെങ്കിൽ 2 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് why there exist two regression lines. എന്തുകൊണ്ടാണ് രണ്ട് റിഗ്രഷൻ ലൈൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്? എക്സ് മാറുന്നതിനനുസരിച്ച് വൈ മാറുന്നത് പറയണമെങ്കിൽ, അല്ലെങ്കിൽ വൈ മാറുന്നതിനനുസരിച്ച് എക്സ് മാറുന്നത് പറയണമെങ്കിൽ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ തന്നെ വേണം. ഇനി എക്സ് മാറുന്നതിനനുസരിച്ച് വൈ ആണ് ഡിസ്കസ് ചെയ്യേണ്ടതെങ്കിൽ, അതായത് ഹൈറ്റ് മാറുന്നതിനനുസരിച്ച് വെയിറ്റ് പറയണമെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിഗ്രഷൻ ലൈൻ വേണം. തിരിച്ചു പറയണമെന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു റിഗ്രഷൻ ലൈൻസ് കമ്പൽസറി ആണ്. അതായത് പേർപ്പസ്ഫുള്ളി നമുക്ക് എത്ര പേർപ്പസ് ആണോ ഉള്ളത് അതിനനുസരിച്ച് റിഗ്രഷൻ ലൈൻസ് ആവശ്യമാണ്. അല്ലാതെ ഒരൊറ്റ റിഗ്രഷൻ ലൈൻ ഉപയോഗിച്ച് രണ്ട് വേരിയബിൾസിനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി രണ്ട് റിഗ്രഷൻ ലൈനുകളാണ് നമുക്കുള്ളത്. ഒന്ന് റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈയും, രണ്ട് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സും. റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. എക്സ് ബാർ വൈ ബാർ എന്ന് പറയുന്നത് മീൻ വാല്യൂസ് ആണ്.
നമ്മൾ ഏതോ ക്വസ്റ്റൻസിലൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. എക്സ് ബാർ വൈ ബാർ എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ എല്ലാ റിഗ്രഷൻ ലൈൻസും പാസ് ചെയ്യും എന്നൊക്കെ നമുക്കറിയാം അല്ലെ. ഇനി റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറയുമ്പോൾ വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻടു എക്സ് മൈനസ് എക്സ് ബാർ. ഇനി ഈ ബി എക്സ് വൈയും ബി വൈ എക്സും എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യന്റുകളാണ്. റിഗ്രഷൻ കോഎഫിഷ്യന്റുകൾ. റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് ദ ലൈൻ എക്സ് ഓൺ വൈ ആണ് ബി എക്സ് വൈ. റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ആണ് ബി വൈ എക്സ് എന്ന് പറയുന്നത്. അത് ബീറ്റ എക്സ് വൈ എന്നൊക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഡിഫറെന്റ് ഡിനോട്ടേഷൻസ് വരാറുണ്ട്. സംഭവം മനസ്സിലാക്കി വെക്കുക. ഇനി ബി എക്സ് വൈയും ബി വൈ എക്സും നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ബി എക്സ് വൈക്കും ബി വൈ എക്സിനും ഒക്കെ ഒരുപാട് ഇക്വേഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു എക്സാമിന് കോറിലേഷൻ കോഎഫിഷ്യന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. മറ്റേത് അങ്ങനെ ചോദിക്കാറില്ല. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ആ ബി എക്സ് വൈ എന്ന് പറയുന്നത് ആർ ഇൻറ്റു സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ. ആർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ്. സിഗ്മ വൈ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും. അതേപോലെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ് ആണെങ്കിൽ ആർ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. ഇത് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? ബി എക്സ് വൈ എന്ന് പറയുമ്പോൾ ഈ എക്സ് ബൈ വൈ എന്ന് തന്നെ ഓർത്താൽ മതി. അപ്പൊ എക്സിൻ്റെതായിരിക്കും ന്യൂമറേറ്ററിൽ, വൈയുടേതായിരിക്കും ഡിനോമിനേറ്ററിൽ. അതിന്റെ റിവേഴ്സ് ആയിട്ട് ബി വൈ എക്സ് വരും. അപ്പൊ ഇതാണ് രണ്ട് റിഗ്രഷൻ ലൈൻസും അതിന്റെ രണ്ട് കോഎഫിഷ്യന്റുകളും. ഇനി അപ്പൊ നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ് റിഗ്രഷൻ കോഎഫിഷ്യന്റിന് പഠിച്ചത്. സോ അവിടെ ഒബ്വിയസ്ലി നമുക്ക് ആറിന്റെ ഇക്വേഷൻ അറിഞ്ഞേ പറ്റും അല്ലെ. അപ്പൊ കോറിലേഷൻ കോഎഫിഷ്യന്റ് അഥവാ ആർ എന്ന് പറയുന്നത് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ റൂട്ട് വേരിയൻസ് ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് വേരിയൻസ് ഓഫ് വൈ, അല്ലെങ്കിൽ കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഇതാണ് കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ ഇക്വേഷൻ. അതായത് ആ റിലേഷൻഷിപ്പ് എത്രമാത്രം ഉണ്ട്, ആ ക്വാണ്ടിറ്റി ആണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് പോയിന്റ് ഓഫ്, അതായത് എക്സാമിന് വേണ്ടുന്ന പോയിന്റുകൾ മാത്രം നമ്മൾ പറയാണ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ലൈസ് ബിറ്റ്വീൻ -1 and 1. അതായത് ഈ കോറിലേഷൻ കോഎഫിഷ്യന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അത് ശരിയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? -1നും 1നും ഇടയ്ക്കായിരിക്കണം അതിന്റെ വാല്യൂ ലൈ ചെയ്യുന്നത്. ഓക്കെ. ഇനി ഈ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ കുറച്ച് പോയിന്റ്സ് ടു റിമെമ്പർ. ഫസ്റ്റ് വൺ, ഇൻഡിപെൻഡന്റ് ഓഫ് ദ ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. ഇത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെക്കാറുണ്ട്. കോറിലേഷൻ ഒറിജിൻ ചേഞ്ചും സ്കെയിൽ ചേഞ്ചും എഫക്ട് ചെയ്യുന്നില്ല എന്ന് എല്ലാവരും ബൈഹാർട്ട് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ബാക്കി എല്ലാ കേസിലും ഇൻഡിപെൻഡന്റ് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്ത് ഒറിജിൻ ചേഞ്ച് വന്നാലും എന്ത് സ്കെയിൽ ചേഞ്ച് വന്നാലും ഡിപ്പെൻഡബിൾ അല്ല എന്നാണ്. പക്ഷെ കോറിലേഷന്റെ കേസിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇത് കോറിലേഷൻ ആണ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ എന്ന് പറയുമ്പോൾ, ഒറിജിൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് ആഡ് ചെയ്യോ സബ്സ്ട്രാക്ട് ചെയ്യോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് എഫക്ട് ചെയ്യുന്നില്ല. അതിന് ഭയങ്കര കൺഫ്യൂസിംഗ് ഒന്നും അല്ല. അത് ഓക്കെ. ഒരു ബി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഞാൻ ആഡ് ചെയ്തു, ഡി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആഡ് ചെയ്തു, ദർ ഇസ് നോ എനി ചേഞ്ച് ഇൻ ദ കോറിലേഷൻ, അത് ഓക്കെ. പക്ഷെ ഒരു സ്കെയിൽ ചേഞ്ച് കൊടുക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് ഓഫ് ദ സ്കെയിൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ്. നോട്ട് അബൌട്ട് ദ സൈൻ. സൈനിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്. അപ്പോ ആ എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് സ്കെയിൽ ആൻഡ് ഒറിജിൻ കോറിലേഷന്റെ കേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. കോറിലേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി സി വൈ പ്ലസ് ഡി ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എ, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ സൈൻ, അതായത് സ്കെയിൽ ചേഞ്ചിന്റെ സൈൻ, ഇൻറ്റു സൈൻ ഓഫ് സി, അതായത് വൈയുടെ കോഎഫിഷ്യന്റിന്റെ സൈൻ, ദാറ്റ് മീൻസ് സ്കെയിൽ ചേഞ്ച് ഇൻ ദ വൈ, ഇൻറ്റു കോറിലേഷൻ ഓഫ് എക്സ് വൈ. അപ്പോ ആ എ എന്നും സി എന്നും പറയുന്ന ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. പക്ഷെ ആ സൈനുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് ഓർത്ത് വയ്ക്കാം. അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. അത് നമുക്ക് എപ്പോഴും തെറ്റിപ്പോകാറുള്ളതാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുമ്പോൾ തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
രണ്ടാമത്തെ പോയിന്റ്, ഇഫ് ടു വേരിയബിൾസ് ആർ ഇൻഡിപെൻഡന്റ് ദെൻ ദേ ആർ അൺകോറിലേറ്റഡ് ബട്ട് നോട്ട് വൈസ് വേഴ്സ. അതായത് രണ്ട് വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ കോറിലേഷൻ സീറോ ആയിരിക്കും. ഈ കോറിലേഷൻ സീറോ എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ അൺകോറിലേറ്റഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സും വൈയും ടു വേരിയബിൾ ആണല്ലോ, നമ്മൾ സിമ്പിൾ കോറിലേഷൻ പറയുമ്പോൾ എപ്പോഴും രണ്ട് വേരിയബിൾസ് അവിടെ വരാറുള്ളൂ. അപ്പൊ രണ്ട് വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ കോറിലേഷൻ സീറോ ആയിരിക്കും. ദാറ്റ് മീൻസ് ദേ ആർ അൺകോറിലേറ്റഡ്. പക്ഷേ കോറിലേഷൻ സീറോ ആണെന്ന് വിചാരിച്ച് ദേ ആർ ഇൻഡിപെൻഡന്റ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നോട്ട് റിവേഴ്സ് എന്ന് പറയുന്നത്. തിരിച്ചു പറയാൻ പറ്റില്ല. അപ്പോ ഇത് ഓർത്ത് വെക്കുക. ഇത് മിക്കവാറും എല്ലാ എക്സാംസിനും ചോദിക്കാറുണ്ട്, അതേപോലെ കൺഫ്യൂസിംഗും ആണ്. ട്രൂ ഓർ ഫോൾസിലൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ വരാറുണ്ട്. അപ്പോ ഇഫ് ടു വേരിയബിൾസ് ആർ ഇൻഡിപെൻഡന്റ് ദെൻ ദേ ആർ അൺകോറിലേറ്റഡ് ബട്ട് ദ റിവേഴ്സ് ഇസ് നോട്ട് ട്രൂ. ഇനി കോറിലേഷൻ കോഎഫിഷ്യന്റ് എപ്പോഴും ഒരു പ്യുവർ നമ്പർ ആയിരിക്കും ആൻഡ് ഹാസ് നോ എനി യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. അതിന് യൂണിറ്റ് ഇല്ല. നെക്സ്റ്റ് വൺ, കോറിലേഷൻ പോസിറ്റീവ് 1 ആണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ് എ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ഈക്വൽ പ്രൊപ്പോർഷൻ ചേഞ്ച് ഇൻ ബോത്ത് വേരിയബിൾ ആൻഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇനി -1 ആണെങ്കിലോ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് there is an equal proportion but in the opposite direction. ആ രണ്ട് പോയിന്റ് ഓർത്ത് വെക്കുക. അതായത് ഇന്റർപ്രിട്ടേഷൻസ് ചോദിക്കാറുണ്ട്. 6 + 1 ആണെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഇനി 6 പെർഫെക്റ്റ്ലി 0 ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് the variables are uncorrelated. അതാണ് ഞാൻ പറഞ്ഞത്. കോറിലേഷൻ 0 എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ അൺകോറിലേറ്റഡ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് പഠിച്ചു, റിഗ്രഷൻ കോഎഫിഷ്യന്റ് പഠിച്ചു. ഈ രണ്ട് കോഎഫിഷ്യന്റുകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇസ് ദ ജിയോമെട്രിക് മീൻ ബിറ്റ്വീൻ ദ ടു റിഗ്രഷൻ കോഎഫിഷ്യന്റ്സ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യന്റുകളുടെ ജിയോമെട്രിക് മീൻ ആണ്. ദാറ്റ് മീൻസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് bxy into byx. ദാറ്റ് ആർ ടു റിഗ്രഷൻ കോഎഫിഷ്യന്റ്സ്. അത് ഓർത്ത് വെക്കുക. പ്രോബ്ലം ചെയ്യാൻ ആവശ്യമാണ്. അതേപോലെ ഈ പോയിന്റിലും തന്നിട്ട് ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്ന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ചേഞ്ച് ഓഫ് ഒറിജിൻ ബട്ട് നോട്ട് ഓഫ് ദ സ്കെയിൽ. നമ്മൾ കോറിലേഷന്റെ ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ പറഞ്ഞു. അതേപോലെ റിഗ്രഷൻ കോഎഫിഷ്യന്റിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? ഒറിജിൻ ചേഞ്ച് ഒന്നും തന്നെ റിഗ്രഷൻ കോഎഫിഷ്യന്റിന് ഇല്ല. അതായത് ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഒന്ന് ആഡ് ചെയ്തു സബ്ട്രാക്ട് ചെയ്തു വെച്ചിട്ട് there is no any change in the regression coefficient, the new regression coefficient. പക്ഷേ സ്കെയിൽ ചേഞ്ച് ഉണ്ട്. അത് വേറൊന്നും അല്ല, നമ്മൾ എന്ത് കോൺസ്റ്റന്റ് ആണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ അരിത്തമെറ്റിക് മീനും വേരിയൻസും ഒക്കെ പോലെ. സോ bxy is equal to h/k. ഇപ്പൊ h വെച്ച് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നതെങ്കിൽ ആ h into buv. uv എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സീരീസിന്റെ ആ കോൺസ്റ്റന്റ് ചേഞ്ച് വന്നതിന് ശേഷമുള്ള ന്യൂ സീരീസിന്റെ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ബൈ ഞാനത് രണ്ടും കൂടെ ഒന്നിച്ച് എഴുതിയേക്കുന്നേ ഉള്ളൂ. ഇതാണ് റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. അത് ഓർത്ത് വെക്കാം. ഇനി ദ റേഞ്ച് ഓഫ് ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ്സ് ആർ, റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ റേഞ്ച് -∞ to ∞ ആണ്. അപ്പോ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ റേഞ്ച് -1 to 1 ആണ്. റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ ചേഞ്ച് -∞ to ∞ ആണ്. ഇനി the signs of regression coefficients and correlation coefficients are always the same. റിഗ്രഷൻ കോഎഫിഷ്യന്റുകളുടെ സൈൻ എന്താണോ അത് തന്നെയായിരിക്കും കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെയും സൈൻ. അതായത് രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യന്റുകളും നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. -1/2 -3/2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും 6 കണ്ടുപിടിക്കുമ്പോൾ സ്ക്വയർ റൂട്ടിനകത്ത് രണ്ട് നെഗറ്റീവ്സ് മൾട്ടിപ്ലൈ ചെയ്ത് വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് വാല്യൂ ആയിട്ട് വരുള്ളൂ. ബിക്കോസ് റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ അതേ സൈൻ ആയിരിക്കും കോറിലേഷൻ കോഎഫിഷ്യന്റിന് വരിക. അത് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് പോയിന്റ്, the arithmetic mean of the two regression coefficients is greater than or equal to the value of the correlation coefficient. അതായത് റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ arithmetic mean, that means അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബിക്കോസ് there is only 2 points. That is greater than or equal to the correlation coefficient. bxy plus byx by 2 greater than or equal to r. ആക്ച്വലി ഇതിന്റെ ഒക്കെ പ്രൂഫ് നമ്മൾ ഡിഗ്രി നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട് ഡിഗ്രിക്കൊക്കെ.
അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ കയ്യിൽ പ്രൂഫ്സ് അവൈലബിൾ ആണ്. ഇപ്പം ആർക്കെങ്കിലും അത് പ്രൂഫോ അല്ലെങ്കിൽ അത് കുറച്ച് ഇൻ ഡെപ്തിൽ ഡിസ്കസ് ചെയ്തോ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാം കഴിയുമ്പോൾ അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യാം. അത് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. If one of the regression coefficient in a simpler linear regression is greater than unity, then other will be less than unity. ഒരെണ്ണം ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണെങ്കിൽ, അത് സിമ്പിൾ ലീനിയർ റിഗ്രഷന്റെ കേസിലാണ് പറയുന്നത്. ഒരെണ്ണം ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണെങ്കിൽ, റിഗ്രഷൻ കോഎഫിഷ്യന്റില് ഒരെണ്ണം ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണെങ്കിൽ the other will be less than unity. ഒന്ന് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ മറ്റേത് ലെസ് ദാൻ 1 ആയിരിക്കും. Both the regression coefficients are either positive or negative. ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും പോയിന്റ്സ് ആണ് റിഗ്രഷൻ കോഎഫിഷ്യന്റിൽ ഉള്ളത്. അപ്പൊ നമ്മൾ ആദ്യം റിഗ്രഷൻ എന്താന്ന് പറഞ്ഞു, കോറിലേഷൻ എന്താന്ന് പറഞ്ഞു, എന്നിട്ട് കോറിലേഷന്റെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു, റിഗ്രഷന്റെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു, രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു. നെക്സ്റ്റ്, ആംഗിൾ ബിറ്റ്വീൻ ടു റിഗ്രഷൻ ലൈൻസ്. ആ ആംഗിള് അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിങ് ആൻഡ് ടാൻ തീറ്റ ഒക്കെ ഓർത്തെടുത്ത് വെച്ച് ചെയ്യാൻ അങ്ങനത്തെ ഒന്നും ചോദിക്കില്ല. എന്നാലും തീറ്റ ഓർത്ത് വെക്കുക, ടാൻ ഇൻവേഴ്സ് ഓഫ് അല്ലെങ്കിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് പഠിക്കുക. ഒന്നുകിൽ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് ആർ സ്ക്വയർ ബൈ അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ആ ക്വാണ്ടിറ്റി അങ്ങനെ പഠിക്കുക. സിഗ്മ എക്സും സിഗ്മ വൈയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും ആണ്. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് ആണ്. സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് വൈ ആണ്. ആർ എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. ഇനി അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും അങ്ങനെ ചോദിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ എന്താണ് ഇവിടുന്ന് ചോദിക്കുക? ആറിന്റെയും തീറ്റയുടെയും വാല്യൂ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് മോസ്റ്റ്ലി ചോദിക്കാറ്. അതായത് ആറിന്റെ വാല്യൂ 0 ആണെങ്കിൽ, കോറിലേഷൻ 0 ആയാൽ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും, 5/2 ആയിരിക്കും. അത് വേണമെങ്കിൽ ഈ ഇക്വേഷൻ അകത്ത് ആറിന് 0 കൊടുത്ത് ചെയ്ത് കാണിക്കാം. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ ഒരു ഫൈനൽ മൊമെന്റിൽ അതിന്റെ ആവശ്യമില്ല. തൽക്കാലം അത് ബൈ ഹാർട്ട് ചെയ്യാം. ആറ് 0 ആണെങ്കിൽ, കോറിലേഷൻ 0 ആണെങ്കിൽ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the two regression lines are perpendicular. രണ്ട് റിഗ്രഷൻ ലൈൻസും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ആറിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആണെങ്കിൽ, പ്ലസ് 1 മൈനസ് 1 ആണെങ്കിൽ ആംഗിളിന്റെ വാല്യൂ 0 പൈയോ ആയിരിക്കും. 0 പൈയോ ആയിരിക്കും. അപ്പൊ റിഗ്രഷൻ ലൈൻസ് എന്താ? either coincide or parallel to each other. That means they are very near or close to each other. അപ്പോ r 0 ആണെങ്കിൽ തീറ്റ 90 they are perpendicular. പ്ലസ് ഓർ മൈനസ് 1 ആണെങ്കിൽ തീറ്റ 0 ഓർ പൈ ആയിരിക്കും. സോ ദ ലൈൻസ് ആർ coincide or parallel to each other. ഈ coincide or parallel to each other എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി നിയർ ടു ഈച്ച് അതർ എന്നുള്ള ഒരു മീനിങ് ആണ്. ചിലപ്പോൾ അങ്ങനെ ഓപ്ഷൻസിൽ ചോദിക്കാറുണ്ട്. വെരി നിയർ ടു ഈച്ച് അതർ എന്നൊക്കെയുള്ള ഓപ്ഷൻസ് വരാറുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ടു റിഗ്രഷൻ ലൈൻസ് എന്ന് പറയുന്നത്. ഇത്രയാവുമ്പോൾ നമ്മുടെ സിമ്പിൾ കോറിലേഷനും റിഗ്രഷനും കഴിഞ്ഞു. ഇനി നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. പാർഷ്യൽ കോറിലേഷനും മൾട്ടിപ്പിൾ കോറിലേഷനും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് നിന്ന് വേണ്ട. ജസ്റ്റ് ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക, രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, അത്രയും മതി. The simple correlation studies the relationship between two variables. അത് നമ്മളിപ്പോ കുറച്ചു മുന്നേ പറഞ്ഞു. സാധാ കോറിലേഷൻ അല്ലെങ്കിൽ സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത് രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ആക്ച്വലി പാർഷ്യലും മൾട്ടിപ്പിളും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്, ഭയങ്കര ലെങ്തി ആക്കാതിരിക്കാൻ. പക്ഷെ നമുക്ക് അധികം സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ തന്നെ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിളും കൂടെ പറഞ്ഞു പോവാന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോ സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത് രണ്ട് വേരിയബിളുകളുടെ റിലേഷൻഷിപ്പ് ആണ്. ഇനി when relationship is measured between 3 or more variables, then it is case of multiple or partial correlation. രണ്ട് വേരിയബിൾ എന്നൊരു കൺസെപ്റ്റിന് പുറത്ത് 3-4 വേരിയബിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ more than 2 വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ പാർഷ്യൽ കോറിലേഷനിലോട്ടും മൾട്ടിപ്പിൾ കോറിലേഷനിലോട്ടും ഒക്കെ പോകേണ്ടി വരും. ഒന്നാമത്തെ മൾട്ടിപ്പിൾ കോറിലേഷൻ studies the extent in which a variable is affected by the combined influence of a group of other variables. ഒരു വേരിയബിളില് കുറെ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസിനുള്ള ഇമ്പാക്ട് എന്താണെന്ന് നോക്കുന്നതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ.
x1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, then x2, x3, x4, x5 എന്ന് പറഞ്ഞിട്ട് അതർ 4 വേരിയബിൾസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ x1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഇപ്പൊ ഈൽഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഒരു കൃഷിയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഈൽഡ് ആണ് എടുക്കുന്നതെങ്കിൽ ആ ഈൽഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് ബാക്കിയുള്ള വേരിയബിൾസിന് സൺലൈറ്റോ വെതർ കണ്ടീഷനോ സോയിൽ ഫെർട്ടിലിറ്റിയോ മാനുവേഴ്സോ അങ്ങനെ ഒരു 4 അതർ വേരിയബിൾസ് എടുക്കുക. ഈ 4 എണ്ണത്തിനും കൂടെ ഒന്നിച്ചൊരു എഫക്ട് ഉണ്ടായിരിക്കുമല്ലോ ഈൽഡിന്റെ പുറത്ത്. അതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ. Then what is partial correlation? The study of relationship between two variables keeping the effect of other variables constant. അതായത് നമ്മൾ സിമ്പിൾ കോറിലേഷൻ പോലെ ഒരു സമയത്ത് 2 വേരിയബിൾസിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷെ ബാക്കി വേരിയബിൾസ് ഉണ്ടല്ലോ, പാർഷ്യലും മൾട്ടിപ്പിളും ഒക്കെ മോർ ദാൻ 2 വേരിയബിൾസിന്റെ കേസിലാണ് വരിക. അപ്പൊ ബാക്കിയുള്ളതിനെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കും, അതായത് അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും, അതിനൊരു കോൺസ്റ്റന്റ് വാല്യൂ കൊടുത്തങ്ങ് നിർത്തും. ഇപ്പൊ ഈ പറഞ്ഞ ഈൽഡ് തന്നെ നമുക്ക് ഒരു സമയത്ത് ഈൽഡും സോയിൽ ഫെർട്ടിലിറ്റി മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ബാക്കിയുള്ള വാട്ടർ കണ്ടന്റ് ആൻഡ് വെതർ കണ്ടീഷൻ, മാനുവൽ സപ്ലൈഡ്, ഇതിനെയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് സപ്രസ് ചെയ്ത് വെക്കും. അതാണ് പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൾട്ടിപ്പിളിന്റെ പാർഷ്യലിന്റെ ഒക്കെ ഡെഫിനിഷൻ അറിഞ്ഞാൽ മതി എന്ന് പറയാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ തരും, ഇതേപോലെ ഒരു എക്സാമ്പിൾ തരും, എന്നിട്ട് എന്ത് കോറിലേഷൻ ആണെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെയാണ് മിക്കവാറും ചോദിക്കുക. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി മാക്സിമം പോയാൽ ഇതിനകത്ത് നിന്ന് അറിയേണ്ടത് മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. അതിനെ നമ്മള് സ്ക്വയർ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ ഇട്ടാണ് ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് x1 ഓൺ x2 ആൻഡ് x3. അപ്പോ r സ്ക്വയർ 1.23. അതിന്റെ ഇക്വേഷൻ എന്താ? r സ്ക്വയർ 12 പ്ലസ് r സ്ക്വയർ 13 minus 2 r12 r13 r23 whole divided by 1 minus r23 square. അപ്പൊ ചോദിക്കും x2 ഓൺ x1 ആൻഡ് x3 ആണെങ്കിലോ, അപ്പൊ r സ്ക്വയർ 2.13 എന്ന് വരും. r സ്ക്വയർ, അതായത് നമ്മൾ പറയുന്നത് മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് x2 ഓൺ x1 ആൻഡ് x3 ആണെങ്കിൽ r സ്ക്വയർ 2.13 എന്ന് വരും. അപ്പൊ അതിനനുസരിച്ച് ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. എങ്ങനെ? 1.23 ആയപ്പോ 12 സ്ക്വയർ, അപ്പൊ 2.13 ആവുമ്പോ എന്ത് വരും? 21 സ്ക്വയർ, 23 സ്ക്വയർ. ദെൻ അങ്ങനെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. 3 ഇക്വേഷനും, അതായത് x1 ഓൺ x2 ആൻഡ് x3, x2 ഓൺ x1 ആൻഡ് x3, x3 ഓൺ x1 ആൻഡ് x2, ഇങ്ങനെ 3 എണ്ണം ബൈ ഹാർട്ട് ചെയ്യുന്നതിലും ബെറ്റർ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് അതിനകത്തുനിന്ന് ബാക്കിയുള്ള 2 ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 ആയിരിക്കും. 0യുടെയും 1ന്റെയും ഇടയ്ക്കായിരിക്കും മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ വരിക. ഇനി ഇതേപോലെ നമുക്ക് പാർഷ്യൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഉണ്ടാവുമല്ലോ. പാർഷ്യൽ കോഎഫിഷ്യന്റിൽ ഞാൻ പറഞ്ഞല്ലോ, എത്ര വേരിയബിൾസ് ഉണ്ടെങ്കിലും 2 എണ്ണത്തെ എടുത്തിട്ട് ബാക്കിയുള്ളതിനെ കോൺസ്റ്റന്റ് ആക്കിയാണ് വെക്കുക. അപ്പൊ നമ്മൾ ഉള്ളതെല്ലാം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ പാർഷ്യൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ x1 ആൻഡ് x2 എന്ന് പറഞ്ഞാൽ മതി. അതെന്തായിരിക്കും? r12.3 is equal to r12 minus r13 r23 whole divided by 1 minus r13 square into 1 minus r123 square. 123 square. Sorry, r23 square. ഇതേപോലെ r13.2ഉം r23.1 ഒക്കെ എഴുതാം. അപ്പൊ അത് അതിനനുസരിച്ച് ഒന്ന് മാറ്റി പഠിച്ചു വെക്കാം. നിങ്ങൾ ട്രിക്ക് ഉപയോഗിച്ചോ അതിനകത്ത്? ഞാൻ പറയുന്നത് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല, അല്ലെങ്കിൽ അത് എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ലല്ലോ. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കി പഠിച്ചു വെക്കാം. പിന്നെ ഈ ഇക്വേഷൻ വെച്ചിട്ട് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. ഇനി പാർഷ്യൽ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂസ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 1 ആയിരിക്കും. ബിക്കോസ് അത് ഓൾമോസ്റ്റ് ഒരു സിമ്പിൾ കോറിലേഷൻ പോലെ തന്നെയാണല്ലോ വരിക. അപ്പൊ -1 ആൻഡ് 1 ആയിരിക്കും. അപ്പോ കോറിലേഷൻ ആൻഡ് റിഗ്രഷനിൽ നിന്ന് മാക്സിമം പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉള്ള പോയിന്റുകളാണ്. അപ്പോൾ 2 വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത് ഒറ്റ വീഡിയോയിൽ തീർത്താണ്, ബിക്കോസ് ലാക്ക് ഓഫ് ടൈം. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. എനിവേ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. മറ്റേ പോസിറ്റീവ് സ്ക്യൂനെസ് ആവുമ്പോൾ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ, അത് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്, പക്ഷെ ആ സ്ലൈഡിൽ എഴുതിയിരിക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ അത് ആ വീഡിയോയുടെ കമന്റിൽ ഞാനത് തിരുത്തിയിട്ടുണ്ട്.
ആരോ ചോദിച്ചപ്പോൾ അതിൽ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആണ്. നെഗറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ് ആണ്. സോറി ഫോർ മൈ മിസ്റ്റേക്ക്. പക്ഷെ നമ്മൾ അതിൽ തന്നെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിൽ എഴുതിയതിന്റെ ഒരു മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഡെയിലി നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്, സ്ലൈഡ് പ്രിപ്പറേഷനും അതും കൂടി വന്നപ്പോൾ പറ്റിപ്പോയതാണ്. സോറി ഫോർ ദാറ്റ്. ആൻഡ് എനിവേ, വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്ന് കുറെ ലെങ്തി ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ഇന്ന് എടുത്തിട്ടില്ല. ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.